നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ BJP വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയത്തിലെത്തിയിരിക്കുന്നു എന്ന് എടുത്തു പറയത്തക്കവണ്ണമുള്ള ഒരു വോട്ട് ഭൂരിപക്ഷം നേടിക്കൊണ്ട് BJP വിജയത്തിലെത്തിയിരിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയണം. അതായത് ഒരു കാവി കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മറ്റെവിടെയുമല്ല, ബംഗാളിലാണ് ഈ ഒരു സംഭവ വികാസം ഇപ്പോൾ നടന്നിരിക്കുന്നത് തന്നെ. അതായത് ഫാൽറ്റ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റീപോളിംഗ് നടന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത് BJPയുടെ ദദാങ്ഷു പാണ്ഡ വൻ വിജയം നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഭൂരിപക്ഷം 69,000-ത്തിലധികം കയറുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് കൗണ്ടിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വലിയ ഭൂരിപക്ഷം വിജയം BJP അവസാന നിമിഷം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 69,000-ത്തിലധികം ഭൂരിപക്ഷം കയറുമെന്ന് ഉറപ്പായിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. വിശദമായി പറയുകയാണെങ്കിൽ ഫാൽറ്റ തെരഞ്ഞെടുപ്പ് റിസൾട്ട് തത്സമയം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് CPIM ആണ് BJPയുടെ എതിരാളിയായിട്ട് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത്. CPIM എതിരാളിയായ ശംഭുനാഥ് കുർമിക്കെതിരെ BJPയുടെ ദദാങ്ഷു പാണ്ഡ ഫാൽറ്റ സീറ്റിൽ മുന്നിലാണ്. ഇതിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. TMC, അതായത് ഇതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കോട്ടയാണ് ഇതെന്ന് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇതെന്ന് പറയുന്നത്. ആ സിറ്റിംഗ് സീറ്റിൽ തൃണമൂൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും, അതായത് CPIMൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്നിൽ 4ാം സ്ഥാനത്തായിരിക്കുന്നു എന്ന നാണം കെട്ട തോൽവിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. റീപോളിൽ മത്സരിക്കില്ലെന്ന് TMCയുടെ ജഹാംഗീർ ഖാൻ പ്രഖ്യാപിക്കുകയും അത് വ്യക്തിപരമായ തീരുമാനമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാൽറ്റ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പശ്ചിമ ബംഗാളിലെ ഫാൽറ്റ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ ദദാങ്ഷു പാണ്ഡെ വിജയത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത എതിരാളിയേക്കാൾ 69,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് നില ഇപ്പോൾ നിലനിർത്തിയിരിക്കുകയാണ്. 15 റൗണ്ട് വോട്ടെണ്ണലിന് ശേഷം പാണ്ഡയ്ക്ക് 1,03,089 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന CPIMൻ്റെ ശംഭുനാഥ് കുർമിക്ക് ലഭിച്ചിരിക്കുന്നത് 34,873 വോട്ടുകളാണ് അദ്ദേഹം നേടി പിന്നിലായിരിക്കും. അതായത് വലിയ തോതിലുള്ള മാർജിനിൽ BJPയുടെ ഒരു തൂത്തുവാരൽ വിജയമെന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ പശ്ചിമ ബംഗാളിലെ ഫാൽറ്റ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്കാണ് ആരംഭിച്ചത്. ഇപ്പോൾ തന്നെയും റിസൾട്ട് എല്ലാ രീതിയിലും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതായത് 69,000-ത്തോളം വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ BJP വിജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. CPMൻ്റെ ശംഭുനാഥ് കുർമി, കോൺഗ്രസ് നോമിനി അബ്ദുൾ റസാഖ് മൊല്ല എന്നിവരാണ് സീറ്റിലെ പ്രധാന സ്ഥാനാർത്ഥികളെന്ന് പറയുന്നത്. റീപോളിംഗിന് മുന്നോടിയായിട്ട് അപ്രതീക്ഷിത സംഭവവികാസത്തിൽ TMCയുടെ ജഹാംഗീർ ഖാൻ്റെ തൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. ഇത് തന്നെയാണ് TMCക്ക് വലിയ തോതിൽ തിരിച്ചടിയായി മാറിയതും 4ാം സ്ഥാനത്തേക്ക് പോകേണ്ട ഒരു ഗതി അവിടെ സിറ്റിംഗ് സീറ്റിൽ ഉണ്ടായതെന്ന് പറയുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടത്തിലാണ് ഏപ്രിൽ 29-ന് ഈ സീറ്റിൽ ആദ്യം വോട്ടെടുപ്പ് നടന്നത് തന്നെ. എന്നിരുന്നാലും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. മെയ് 21-നാണ് അത് നടന്നത്. ഏപ്രിൽ 29-ന് സൗത്ത് 24 പർഗാനാസ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് EVM കൃത്രിമത്വവും മറ്റ് ക്രമക്കേടുകളും ആരോപിച്ചായിരുന്നു റദ്ദാക്കിയതിന് ശേഷമാണ് മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും റീപോളിംഗ് നടത്തിയത്. മണ്ഡലത്തിലെ 2,36,000 വോട്ടർമാരിൽ 87% പേരും റീപോളിങ്ങിന് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതിലാണ് BJPയുടെ ഒരു വമ്പൻ വിജയമെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് BJP ഓൾറെഡി അവിടെ വിജയിച്ചു കഴിഞ്ഞു. അതായത് BJP ആണ് ഇപ്പോൾ ആ സംസ്ഥാനം ഭരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. അതുകൊണ്ട് തന്നെയും BJPയുടെ ഈ ഒരു വലിയ വിജയം, ഈ റീപോളിംഗ് നടന്നിരിക്കുന്ന ഈ ഒരു വലിയ വിജയമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള മാറ്റമെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ഇത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2ാം സ്ഥാനത്ത് TMCയുടെ അഭാവത്തിൽ തന്നെയും TMC 4ാം സ്ഥാനത്തേക്ക്, അതായത് അവിടെ ഒരു തരത്തിലുമുള്ള നേട്ടവുമില്ലാതെ സിറ്റിംഗ് സീറ്റിൽ കാര്യങ്ങൾ മാറി. 2ാം സ്ഥാനത്ത് CPIMഉം 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു സർവാധിപത്യം എന്ന് തന്നെ പറയുന്ന തരത്തിലോട്ട് നിലവിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.